ഇമാം നവീറിന്റെ പേരിൽ അടുത്ത കളവാണ് ഈ ദജ്ജാൽ വന്നിട്ട് പറയുന്നത്. ഇവര് സത്യത്തിൽ പരലോകത്തിലും അന്ത്യനാളിൽ ഒരു വിശ്വാസമില്ല കേട്ടോ. ഇയാളിപ്പോ ഇമാം നബി തങ്ങളുടെ പേരില് ഞാൻ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ തെറി പറയുന്നത് കേട്ടോ. നോക്കിക്കോളിയേ. ഇമാം നബി പറയണ്ട അത്ര കവറിന്റെ അടുത്തിരുന്ന് ഈ ഖുർആൻ ഓതിയ വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്നാ പറയണത്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷറഫുൽ മുഹദ്ദബില് കൃത്യമായിട്ട് ഖബർ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് സുന്നത്താക്കപ്പെടും. എന്തൊക്കെ സുന്നത്താക്കപ്പെടും? ആ ഖബറാളിയോട് സലാം പറയൽ സുന്നത്താക്കപ്പെടും, ആ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യൽ സുന്നത്താക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് വയുസ്തഹബ്ബു സുന്നത്താക്കപ്പെടും അൻ യഖറഉ മിനൽ ഖുർആനി മാ തയസ്സറ, ആകണത്രയും ഖുർആനിൽ നിന്ന് ഓതൽ സുന്നത്താക്കപ്പെടും. ഈ വിഷയത്തിൽ ഇത്തിഫാക്കുണ്ട് ഷാഫിഈ മദ്ഹബിൽ എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. കൃത്യമായിട്ട് നമ്മളിവിടെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. ഇയാള് പിന്നെയും പറയാം ഞാൻ ദജ്ജാലാണ്, നഅൂദുബില്ലാ പച്ച നുണ പറയട്ടെ, ഈ പച്ച കളവുകൾ പറഞ്ഞിട്ട്. ഞാനിവിടെ പറഞ്ഞ വിഷയം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മയ്യത്തിന്റെ അരികിൽ ഖുർആൻ ഓതണം, ഷാഫിഈ മദ്ഹബ് മയ്യത്തിന്റെ അരികിൽ ഖുർആൻ ഓതണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അയാൾ പറയാണ് പച്ചക്കള്ളമാണ്, ദജ്ജാലാണ് എന്നൊക്കെ പറയുന്നത്. കുറച്ചുകൂടെ കേട്ടോളി. വല്ലാത്ത ദജ്ജാലാണല്ലോ നീയൊക്കെ. എന്താ ചെയ്യ മൗലവി, ഞാനിവിടെ കൃത്യമായിട്ട് വയുസ്തഹബ്ബു അൻ യഖറഉ മിനൽ ഖുർആനി മാ തയസ്സറ ഷറഹുൽ മുഹദ്ദബ് എന്നല്ലേ ഇട്ടത്, ഇമാം നവവി തങ്ങളെ കിതാബല്ലേ. ആകണത്രയും ഖുർആനിൽ നിന്ന് ഓതൽ സുന്നത്താക്കപ്പെടും, ഖബർ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് സുന്നത്താക്കപ്പെടും. അവിടെ വെച്ചുകൊണ്ട് ഖബറാളിയോട് സലാം പറയല്, ഖബറാളിക്ക് വേണ്ടി ദ്വാരക്കല്, ഖുർആനിൽ നിന്ന് ആകണത്രയും ഓതല്, അങ്ങനെ തന്നെയല്ലേ അതിന്റെ അർത്ഥം. വയുസ്തഹബ്ബു അൻ യഖറഉ മിനൽ ഖുർആനി മാ തയസ്സറ, ആകണത്രയും ഓതൽ സുന്നത്താക്കപ്പെടും എന്നല്ലേ അതിന്റെ അർത്ഥം. അതിനാണ് ഇപ്പൊ ഇന്നെ തെറി വിളിച്ച മൗലവി. ഇജ്ജ് നുണ പറഞ്ഞിട്ട് ഇജ്ജൻ ഇന്നെ തെറി വിളിക്കുക. എന്തിനാണോ ഇങ്ങനെ നുണ പറയണത് ഇമാമിങ്ങളെ പേരില്? നീ യഥാർത്ഥ വിശ്വാസിയാണോ? യഥാർത്ഥ വിശ്വാസികൾ നുണ പറയില്ല. ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിക്കിന്റെ ലക്ഷണം 3 അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഇദാ ഹദ്ദസ കദബ, കളവ് പറയും തൊള്ളോർന്നാല്. അതല്ല ഇപ്പൊ ഇവിടെ നടത്തിയത്. ഇമാം നബി തങ്ങളെ പേരിൽ നീ നുണ പറഞ്ഞിട്ട് എന്നെ തെറി വിളിക്കല്ലേ ചെയ്യുന്നത്. എന്തോ ഒരു ഗതികേടാ നോക്കാണ്. കുറച്ചൊരു മാന്യത വേണ്ടേ? ഐദുർ ജലൂരാൻ, ഇവരില്ലെങ്കിൽ മിണ്ടാതിരിക്കടേ, എന്തിനെങ്ങനെ കളവ് പറയണത്? നീ യഥാർത്ഥ വിശ്വാസിയല്ല. ഹബീബായ റസൂലുള്ള കപട വിശ്വാസിയാണ്. കപട വിശ്വാസിയുടെ ലക്ഷണം റസൂലുള്ള പഠിപ്പിച്ചതാണ്. തൊള്ളുറ നുണ പറയുള്ളൂ. നീ നുണയല്ലേ പറഞ്ഞത്? കൃത്യമായിട്ട് ഷറഹുൽ മുഹദ്ദബിന്റെ ഇബാറത്ത് കൃത്യമായിട്ട് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവം ഇമാം നബി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. എന്താ ഉദ്ധരിച്ച്? നിങ്ങളെ വീടിനെ നിങ്ങൾ ഖബർസ്ഥാനെ പോലെ ആക്കരുത്, നിങ്ങളെ വീട്ടിൽ എങ്ങനെ വീടിനെ ഖബർസ്ഥാനെ പോലെ ആക്കരുതെന്നോ? എന്താ ഈ പറയണത്? നമ്മളെ വിഷയമായിട്ട് എന്താ ബന്ധം? മയ്യത്തിന്റെ അരികിൽ ഖുർആൻ ഓതണം, ആകണത്രയും ഓതണം, അതാണ് നമ്മളെ ചർച്ച. അൽബക്കർ പാരായണം ചെയ്യണം. എന്നിട്ട് അതേ റസൂലുള്ള പിന്നെ മക്ബറിൽ പോയിട്ടും അൽബക്കർ പാരായണം ചെയ്യുന്ന പഠിപ്പിക്കൂടാ. എന്താണ് അൽബക്കറിന്റെ വിഷയം? ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അൽബക്കർ ഓതണം എന്ന് സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് വേറുണ്ട്, സഹാബത്ത് ചെയ്തത് വേറുണ്ട്, സഹീഹായ നിലക്ക് അത് വേർത്തരാ. ഇതല്ലല്ലോ. എനിക്ക് ഈ ഖുർആൻ എന്ന് പറഞ്ഞത് ഒരു കളി തമാശയാണ്. എന്താണ്, ഞാനിപ്പോ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഇക്കോലത്തിലാണ് ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചൊക്കെ മൗലവിമാര് പറയുന്നത്. കാരണം പിടുത്തം വിട്ട രൂപത്തിലാണ് പോണതേ, വല്ലാത്ത ജാതി.